നമസ്കാരം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് ഈ മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല മഴയാണ്, ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങണോ എന്ന് എനിക്ക് അറിയത്തില്ല. പലയിടത്തായിട്ട് അത്ര നല്ല മോർണിംഗ് ഒന്നുമല്ല, പലരും ജീവൻ ഭയന്ന് നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ജില്ലകളിൽ അവധിയുണ്ട്, 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ട, പ്രത്യേകിച്ച് റാന്നി, ആറന്മുള ഭാഗമൊക്കെ വെള്ളത്തിനടിയിൽ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്താൻ പോവുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിച്ഛായ തന്നെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യവും കൂടിയുണ്ട്. കാരണം ഇത്തവണ ഈ മഴ, അതിശക്തമായ മഴയുടെ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്തുന്നത്, സ്ഥിതിഗതികൾ വിലയിരുത്താനായി. സോ ആ ഒരു സാഹചര്യത്തിലൂടെ ആണ് നിലവിൽ പോകുന്നത്. എന്തായാലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. അത് തന്നെയായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ജൻസി മോർണിംഗിലും ഏറ്റെടുക്കുക. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് മഴ ശക്തം. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലെ റാന്നി, തിരുവല്ല, ആറന്മുള മേഖലകൾ വെള്ളത്തിൽ. MC റോഡിൽ വെള്ളക്കെട്ട്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. PSC പരീക്ഷകളും മാറ്റിവെച്ചു. സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ പ്രളയമേഖലകൾ സന്ദർശിക്കും. ആദ്യം എത്തുന്നത് ആറന്മുളയിലെ ക്യാമ്പുകളിൽ. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപക വെള്ളക്കെട്ട്. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരും. പാലക്കാട്, ഇടുക്കി ജില്ലകളിലെ ഡാമുകളുടെ ഷട്ടർ തുറന്നു. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ. മലപ്പുറം പാണക്കാട്ടെ മണ്ണിടിച്ചിലിൽ മേഖലയിൽ ഇന്ന് പരിശോധന. സ്ഥലമുടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി നഗരസഭ. വേങ്ങര റോഡിൽ ഗതാഗതം നിരോധിച്ചു. മണ്ണുമാറ്റൽ തുടരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മിന്നൽ പ്രളയത്തിലെ രാഷ്ട്രീയ വിവാദം ചർച്ചയ്ക്ക്. ദുരിതാശ്വാസത്തിൽ സർക്കാർ പരാജയം ഉയർത്തിക്കാട്ടും. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയടക്കം വിവാദങ്ങളും ചർച്ചയാകും. PM ശ്രീ പദ്ധതിയിൽ നിർണായക മന്ത്രിസഭാ ഉപസമിതി യോഗം ഇന്ന് ചേരുന്നത്. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള യോഗം. പിന്മാറ്റം സാധ്യമോ എന്നതും പരിശോധിക്കും. ഉപസമിതി റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ തന്നെയാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മഴക്കെടുതിയും വളരെയധികം രൂക്ഷമാണ്. ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും, ഈ 2 ജില്ലകൾ ഒഴിച്ചുള്ള 12 ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പ് സാധ്യതയാണുള്ളത്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഈ 10 ജില്ലകളിലും കണ്ണൂരിലെ ഇരിട്ടി, തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലുമാണ് ഇന്ന് അവധിയുള്ളത്. വരുന്ന ദിവസത്തെ PSC പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. 4, 5, 6, 8 തീയതികൾ, അതായത് ഇന്ന് ഉൾപ്പെടെയുള്ള തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. OMR ഓൺലൈൻ പരീക്ഷകൾ മാറ്റിവെച്ചതായി PSCയും അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടുക്കിയിലെയും വയനാട്ടിലെയും സ്കൂളുകൾക്കും അവധിയാണ്. പത്തനംതിട്ടയിലും മഴക്കെടുതി രൂക്ഷമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. പത്തനംതിട്ടയിൽ തന്നെ റാന്നിയും തിരുവല്ലയും ആറന്മുള മേഖലയും ഒക്കെ തന്നെ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. അരക്കെട്ടോളം വെള്ളമാണ് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ സംസാരിക്കുന്നതാണ്. അതിനിപ്പോഴും ഒരു ശമനമില്ല. നിരവധി പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. തിരുവല്ലയിലാണ് കൂടുതൽ ക്യാമ്പുകളുള്ളത്. കോഴഞ്ചേരി, മല്ലപ്പള്ളി, റാന്നി എന്നിവിടങ്ങളിലും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വളരെയധികം രൂക്ഷമാണ്. കുറ്റൂർ, തിരുവല്ല റോഡിൽ വെള്ളക്കെട്ട് മൂലം MC റോഡിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്തുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളതും. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ പ്രളയ മേഖലകൾ മുഖ്യമന്ത്രി സന്ദർശിക്കും.
ആറന്മുളയിലായിരിക്കും ആദ്യം പോവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാന്നിയും ആറന്മുളയും ഒക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. അവിടെ ഈ നിരവധി ക്യാമ്പുകൾ ഉണ്ട്. പക്ഷേ ആദ്യം ആറന്മുളയിലാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാല ഉൾപ്പെടെയുള്ള കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമുണ്ട്. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ വെള്ളക്കെട്ടിൽ കാണാതായ മണേർക്കാട് സ്വദേശി ശരണിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കും. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇന്ന് കൂടുതൽ പരിശോധന ഉണ്ടാകും. മഴ മാറാത്തതിനാൽ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടുമില്ല. വേങ്ങര റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടരുന്ന സ്ഥലമുടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. കോഴിക്കോടേക്ക് വരുമ്പോഴേക്കും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. 32 ഇടങ്ങളിലായി 1000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോഴിക്കോട് കഴിയുന്നത്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു എന്ന് വേണം പറയാൻ. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുന്നൊരു സാഹചര്യവുമുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോഴേക്കും മഴയ്ക്ക് ശമനം വന്നു എങ്കിൽ പോലും മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലയിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. വയനാട്ടിലാവട്ടെ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ്. പക്ഷേ നിലവിൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് വയനാട്ടിൽ പ്രവർത്തിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് വയനാട്ടിൽ അവധിയുള്ളത്. ബാക്കി എല്ലായിടത്തും തന്നെ പ്രവൃത്തി ദിനമാണ്. കണ്ണൂരിൽ ആവട്ടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കുള്ള തെരച്ചിൽ ഉടൻ തന്നെ തുടങ്ങും. രാജേഷ്, ഹനീഫ എന്നിവരെ കാണാതായിട്ട് 4 ദിവസമാകുന്നു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടത്തെ കണക്കനുസരിച്ച് ജില്ലയിൽ 6 ക്യാമ്പുകളിലായി 456 പേരാണുള്ളത്. പാലക്കാട് വരുമ്പോഴേക്കും കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 97.5 മീറ്ററാണ്. നിലവിലെ ജലനിരപ്പ് 96.07 മീറ്ററാണ്. അണക്കെട്ടിന് സമീപത്തുള്ളവരും പുഴയുടെ ഇരുകരകളിലെ താമസക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തു. പുഴയിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴുക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും കർശനമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. നമ്മൾ ആദ്യം ശശിനാരായണനിലേക്ക് പോകുന്നു. പത്തനംതിട്ട ജില്ലയുടെ കാര്യങ്ങൾ അറിയാൻ പത്തനംതിട്ടയിലാണെന്ന് മുഖ്യമന്ത്രി എത്തുകയും ചെയ്യുന്നത്. ശശിനാരായണൻ, പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് പോകാം. നമുക്ക് ആദ്യം നിലവിലെ പത്തനംതിട്ടയിലെ സാഹചര്യം നോക്കുക. ഇപ്പോൾ റാന്നിയും ആറന്മുളയും ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ പ്രത്യേകിച്ച് കുറച്ചധികം മണിക്കൂറുകൾ അർദ്ധരാത്രി മുതൽ പെയ്ത മഴ ആദ്യത്തെ ദിവസത്തിൽ തന്നെ മുങ്ങിപ്പോയ സ്ഥലമാണ് പത്തനംതിട്ട. ആ സാഹചര്യം നിലവിലും ഉണ്ടോ? ഇപ്പോഴും അതിന് കുറവുണ്ടോ? പ്രത്യേകിച്ച് അരക്കെട്ടോളം വെള്ളമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്, പ്രത്യേകിച്ച് സിറ്റി ഭാഗങ്ങളിൽ. ഇന്നതിന് ശമനമുണ്ടോ, കുറവുണ്ടോ? പത്തനംതിട്ടയിൽ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ശക്തമായ മഴയുണ്ടോ? വരും മണിക്കൂറുകളിൽ എന്താണ് സാഹചര്യം ഉണ്ടാവേണ്ടത്? ഈ പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ആറന്മുളയിലാണ് ഏറെ ദുരിതം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആറന്മുളയും അപ്പർ കുട്ടനാടുമാണ് ഏറെ ദുരിതം നിലനിൽക്കുന്നത്. കാരണം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന പ്രദേശമായി ആറന്മുളയും അപ്പർ കുട്ടനാട് മേഖലയും പോകുന്നു. പ്രത്യേകിച്ച് പുറ്റൂർ തിരുവല്ല MC റോഡിൽ വെള്ളക്കെട്ട് കാരണം ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. റാന്നിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ റാന്നിയിൽ ഒരു ആശ്വാസം ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ മഴ പെയ്തോടി ഉപാസന കടവിന്റെ അവിടെ മാത്രമാണ് വെള്ളം കയറിയത്. അതോടെ പിന്നീട് വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയാറ്റിലെ ജലനിരപ്പിന് കാര്യമായ കുറവില്ല. പക്ഷേ ഈ വെള്ളം ഇറങ്ങിയത് ആറന്മുളയിലും ഒപ്പം തിരുവല്ല കുറ്റൂര് മേഖല, അത് കടപ്ര, നിരണം തുടങ്ങിയ പെരിങ്ങര തുടങ്ങിയ അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ ദുരിതമാണ് വിതച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീമൂലപുരം എന്ന് പറയുന്ന തിരുവല്ലയിലെ ഒരു 250ഓളം വീടുകൾ ഇപ്പോഴും ഈ വെള്ളത്തിന്റെ അടിയിലായ ഒരു സാഹചര്യം തിരുവല്ലയിൽ നിലനിൽക്കുന്നു. MC റോഡിലെ ഗതാഗതം വളരെ ഈ ദുരിതമായി മാറി. കാരണം ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ മാത്രമാണുള്ളത്. ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും വലിയ ഗതാഗത കുരുക്ക് MC റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടില് വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി സമാനമായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് കാര്യം. അതിന് കാരണം തിരുവല്ലയിൽ ഈ അപ്പർ കുട്ടനാട്ടിലെ വെള്ളം പൊക്കത്തിന് മെയിൻ കാരണം
പ്രധാന കാരണം എന്ന് പറയുന്നത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതാണ്. അച്ചൻകോലാറ്റിലെ ജലനിരപ്പിന് നേരിയ കുറവുണ്ട്. അതേസമയം പമ്പയാറിലെ ജലനിരപ്പിന് കാര്യമായ കുറവില്ല. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ ഇന്നലെ തുറന്നിരുന്നു. അതിപ്പോഴും ആ സ്ഥിതി തന്നെയാണ്. ഡാമുകളിലെ ജലനിരപ്പിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. അതേസമയം ഈ പമ്പയാറിലെ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരൊഴുക്ക് അത് പമ്പയാറിലെ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2-3 ദിവസമായി തുടരുന്ന ഈ വെള്ളക്കെട്ട്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ആറന്മുളയിൽ നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും ആ വെള്ളം ഇറങ്ങി ചെല്ലുന്നത് തിരുവല്ലയാണ്. ആ തിരുവല്ല അടക്കമുള്ള ചെങ്ങന്നൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുരിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ആ പ്രദേശത്തെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നേരത്തെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുപാട് ആളുകൾ മടിച്ചിരുന്നു. പക്ഷെ അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടികൾ ഈ സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ചിലർ 2ാം നിലയുടെ മുകളിലാണ് താമസിക്കുന്നത്. അവരെ നിർബന്ധപൂർവ്വം ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം രാത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇവരെ അവിടുന്ന് നീക്കം ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെയും മെനഞ്ഞാന്നുമായി 2-3 ദിവസമായി കൃത്യമായി പത്തനംതിട്ടയിൽ നടപ്പിലാക്കുന്നത്. അതായത് മന്ത്രി വിഷ്ണുനാഥും ഒപ്പം റവന്യൂ മന്ത്രി IP അനിൽകുമാറും MLA-മാരും അടങ്ങുന്ന വലിയ സംഘം തന്നെ, സന്നദ്ധ പ്രവർത്തകർ അടക്കം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുകയും ഒപ്പം അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയായും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആറന്മുളയിൽ മുഖ്യമന്ത്രി എത്തുന്നത്. അതിനുശേഷം റാന്നിയിലും എത്തും. ഈ 2 സ്ഥലങ്ങളിലും തിരുവല്ല അടക്കമുള്ള മേഖലകൾ സന്ദർശിച്ചിട്ടാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വരുന്ന ഒരു പശ്ചാത്തലം അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് നോക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം വിവാദമായിരുന്നു. അതിന് ന്യായീകരണവുമായിട്ട് മുഖ്യമന്ത്രി എത്തിയെങ്കിൽ പോലും ആ ഉള്ള വിവാദങ്ങൾ ഒന്ന് നിൽക്കുന്നുണ്ട്. 2 സർക്കാർ കൃത്യമായ നടപടി ഇക്കാര്യങ്ങളിൽ എടുത്തില്ല, കൂടുതൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചില്ല എന്നുൾപ്പെടെയുള്ള വിവാദങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്നത്. ആദ്യം ആറന്മുളയിൽ എത്തുമെന്ന് മനസ്സിലാകുന്നു, ഉച്ചയോടുകൂടി എത്തുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ, ഈ ഒരു ക്ഷീണം സർക്കാർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വരുന്നത് അതൊരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് നോക്കുമ്പോഴേക്കും എങ്ങനെ വിലയിരുത്തേണ്ടി വരും? തീർച്ചയായിട്ടും അത്തരം ഒരു വിമർശനം നിൽക്കേണ്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ എത്താതിരുന്നതിനെ സംബന്ധിച്ചും ഈ രാഷ്ട്രീയപരമായിട്ട്, അതായത് ഈ പ്രളയ സമാനമായ വെള്ളപ്പൊക്കത്തിന് കാരണം ഈ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ അത് വലിയ രീതിയിൽ ഉണ്ട്. കാരണം സഹായം ലഭിക്കാതിരിക്കുന്നു, ആളുകൾക്ക് കൃത്യമായി മരുന്ന്, വെള്ളമൊക്കെ ലഭിക്കാതിരിക്കുന്നുണ്ട്. അപ്പുറക്കുണ്ടാകുന്ന മേഖലയിൽ അടക്കമുള്ള കുടിവെള്ളം പോലും ലഭിക്കാത്ത ക്യാമ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി CPM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ പ്രളയ സമയത്ത് ഈ അദ്ദേഹം മറ്റൊരു കാര്യങ്ങൾ ഈ ഊണ് കഴിച്ചും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതൊക്കെ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് മുഖ്യമന്ത്രി വരാതെ പോയത് അത് ഔചിത്യമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിന് മറുപടി പറയാനും സാഹചര്യമുണ്ട്. നിലവിൽ ജനങ്ങൾ വളരെ പ്രതിസന്ധിയിലും ദുരിതത്തിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ, നടപടികൾ വലിയ വിമർശനം ഉണ്ടാക്കുന്ന രീതിയിലേക്കായി എന്നുള്ളതാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ജില്ലയിലെ സന്ദർശനത്തിന്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുഖ്യമന്ത്രി എത്തുക. ഇതിന് ശേഷം റാന്നിയും തിരുവല്ലയും അതുപോലെ തന്നെ കോഴഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ദുരിതബാധിതരെ നേരിട്ട് ക്യാമ്പുകളിലെത്തി കണ്ടതിന് ശേഷമായിരിക്കും മടങ്ങുക. എന്തായാലും ഇപ്പോൾ മഴ മാറിയ സമയമാണ്. നേരിയ രാത്രി മഴയുണ്ടായിരുന്നു, പക്ഷേ മേഘാവൃതമാണ് ആകാശം. നിലവിലത്തെ സാഹചര്യത്തിൽ റാന്നിയിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ആറന്മുളയിലും ഈ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലും ഇപ്പോഴും ഗതാഗത തടസ്സം തുടരുകയാണ്. അവിടെ ബുദ്ധിമുട്ടുകൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീട്ടിൽ ക്യാമ്പിൽ നിന്നും ആളുകൾ തിരികെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ജില്ല സന്ദർശിക്കുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. എന്തായാലും ചില സഹായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമുള്ള കാര്യങ്ങളുണ്ടെന്ന കാര്യം ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം മാത്രമേ അറിയാം. ഇതിന് രാഷ്ട്രീയമായ ഒരു മാനം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാര്യം ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകർ, അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ക്ഷീണം ഉണ്ടാക്കിയൊരു വിഷയമാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും ഒരു വലിയ ക്ഷീണം ഉണ്ടാക്കിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി എത്തുമ്പോഴേക്കും ക്യാമ്പുകൾ സന്ദർശിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്തുന്നതോടുകൂടി തന്നെ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട്, അവിടെ ഉള്ളവരെ എങ്ങനെയായിരിക്കും ചേർത്ത് പിടിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പത്തനംതിട്ടയിൽ ആറന്മുളയിലായിരിക്കും ആദ്യം എത്തുക, പിന്നീട് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് മുഖ്യമന്ത്രി പോകും. കോട്ടയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ശ്രീജിത്ത്
ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഴ എങ്ങനെയുണ്ട് സാഹചര്യം? ഇപ്പോൾ മേഘാവൃതമാണോ അന്തരീക്ഷം, അതോ ശക്തമായി പെയ്യുകയാണോ? മീനച്ചിലാറ്റിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടിരുന്നൊരു സാഹചര്യമാണ്. നിലവിൽ എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഹരി, ഒരു അല്പം ആശ്വാസത്തിന്റെ രാത്രിയാണ് കടന്നുപോയത്. കാര്യമായ മഴ, അതിശക്തമായ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി പാലയിലൊക്കെ അപകട നിരപ്പിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് വാർണിംഗ് ലെവലിലേക്ക് ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് മീനച്ചിലാറ്റിൽ പാലയിൽ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ മൂവാറ്റുപുഴയാറുണ്ട്, അതായത് തലയോലപ്പറമ്പ് തുടങ്ങിയ മേഖലകളിലൂടെ ജില്ലയിലൂടെ ഒഴുകുന്നതാണ്. അതും അപകട നിലയിലേക്ക് ഇന്ന് രാവിലെ വെള്ളം അപകട നിലയ്ക്ക് താഴെ, അതായത് മുന്നറിയിപ്പ് നിലയിലേക്ക് മാത്രം വെള്ളം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ, കോട്ടയത്തിന്റെ ഈ വിവിധ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പേരൂർ, അതേപോലെ നീലിമംഗലം, നാഗമ്പടം, കോടിമത, തിരുവാർപ്പ്, കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അപകട നിലയിൽ തന്നെ വെള്ളം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ രാത്രിയും വെള്ളം കൂടി. ഇന്നലെ രാവിലെയും പകലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ രാത്രിയും വെള്ളം കൂടുന്ന സാഹചര്യമാണ്, മഴ ഒഴിഞ്ഞു നിന്നിട്ടും. കാരണം അത് സ്വാഭാവികമാണ്. കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയാൽ പിന്നെ ഈ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകും. കുറഞ്ഞത് പ്രധാന കേന്ദ്രങ്ങളിലെങ്കിലും റോഡുകളിലൊക്കെ തന്നെ 2-3 ദിവസമെങ്കിലും വെള്ളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. പാല ഈരാറ്റുപേട്ട റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കിടങ്ങൂരിൽ നിന്നും, അതായത് ഏറ്റുമാനൂർ പാല റോഡിലും കിടങ്ങൂർ ഭാഗത്ത് ഉള്ള വെള്ളത്തിന് ചെറുവാഹനങ്ങൾ കൂടി ഇപ്പോൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ കോട്ടയം കുമരകം റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അവിടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. വലിയ ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകും, അതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ കടക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ദുരിതമകന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും ദിവസങ്ങൾ പിടിക്കും ഈ പടിഞ്ഞാറൻ മേഖല, ഈ 2-3 പഞ്ചായത്ത്, തിരുവാർപ്പ്, ഐമനം, കുമരകം, ഒപ്പം തന്നെ ആർപ്പൂക്കര പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരും എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി താലൂക്കിലെയും താഴ്ന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വൈക്കം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇനിയും ദിവസങ്ങളോളം ഇതേ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഇനിയും മഴ ഒന്ന് മാറി നിന്നാൽ, ഇന്നും ഓറഞ്ച് അലർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായും മാറി എന്നൊന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഈ പകൽ പെയ്താലും അതൊരു ദുരിതമാണ്. പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖല, ഇടുക്കിയിൽ നിന്ന് അടക്കം ഈ വാഗമൺ പ്രദേശത്ത് നിന്നൊക്കെയാണ് ഫലത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളമുണ്ട്. അതെല്ലാം വലിയ ദുരിതം തന്നെയാണ് ഫലത്തിൽ കോട്ടയത്തിന് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉള്ളവർക്ക് ഒരല്പം ദുരിതം തന്നെയാണ്. എന്നാൽ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പുല്ലകയാറ് ആദ്യ ദിവസങ്ങളിൽ ഒരു ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലമാണ്. മുൻകാലങ്ങളിൽ വലിയ ദുരന്തം ഉണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ ആദ്യ ദിവസത്തെ വലിയ മഴ പെയ്ത് വെള്ളം ഒഴിഞ്ഞ് എന്നതിനപ്പുറത്തേക്ക് ഈ മണിമല പോലെ മണിമലയാറ് കടന്നു പോകുന്ന ചില സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതേസമയം തന്നെ ഇന്നലെ രാത്രി കാണാതായ ശരൺ എന്ന യുവാവുണ്ട്, മണർകാട് സ്വദേശിയാണ്. ശരണിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. എന്തായാലും NDRF, ഫയർഫോഴ്സ്, അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, റവന്യൂ വകുപ്പ്, അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു ശ്രമം തുടരുകയാണ്. ഇതിനൊപ്പം തന്നെ ഇതിനപ്പുറത്തേക്കോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും ഒക്കെ തന്നെ സജീവമാണ് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. ക്യാമ്പുകളും തുടരുന്നുണ്ട്. എന്തായാലും ഈ ദുരിത പെയ്ത്തൊന്ന് നിന്നത് മനസ്സിനൊരല്പം ആശ്വാസം തന്നെയാണ് കോട്ടയംകാരെ സംബന്ധിച്ച്. ഹരി, വ്യക്തമാണ് ശ്രീജിത്ത്. എന്തായാലും നമ്മളിപ്പോൾ പത്തനംതിട്ടയും പോയി, നമ്മൾ കോട്ടയത്തും പോയി. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലൂടെ പോകുന്ന ഘട്ടങ്ങളിലും നമുക്ക് പറയാനുള്ളത് നിലവിൽ മഴയുടെ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ മഴ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലും കോട്ടയമായാലും, ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അത് കുറച്ച് നാളുകൾ കൂടി തുടരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മഴ നിലവിൽ പെയ്യുന്നില്ല, അതൊരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും ആ സാഹചര്യമാണ് ശശിനാരായണൻ പറഞ്ഞത്. പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമുണ്ട്, പെയ്യാം പെയ്യാതിരിക്കാം, ആ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. നമ്മളെന്തായാലും കോട്ടയം കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു, നമ്മളിനി എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്ത് നിന്ന് ഡാനി പോൾ ഉണ്ട് വിശദാംശങ്ങളുമായി.
പ്രത്യേകിച്ച് എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം. അത് ഡാനിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഡാനി, പ്രത്യേകിച്ച് മഴ നിലവിലത്തെ സാഹചര്യം എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇപ്പോൾ തീവ്രമഴ മുന്നറിയിപ്പുള്ള സാഹചര്യമാണ് നിലവിൽ എറണാകുളത്ത്. പക്ഷേ മഴ ഇപ്പോൾ ശക്തമായി പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം? എറണാകുളം ജില്ലയിൽ മഴയ്ക്കൊരു താൽക്കാലിക ശമനം എന്നെല്ലാം പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഓറഞ്ച് അലർട്ട് ഇന്നലെയും ഇന്നും അല്ല ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും ഇതിനൊരു ഇടവേളകളുണ്ട് മഴയ്ക്ക്. നിശ്ചയമായും അതൊരു തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴയിൽ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല, ഇടവേളകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയ്ക്ക് അതൊരു ആശ്വാസമാവുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇത് മഴയ്ക്ക് ഒരു ഇടതൂർന്ന് ലഭിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നഗരത്തിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരവും അതിൻ്റെ ചുറ്റുപാടുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് രൂപപ്പെടാതിരിക്കുന്നതെന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ, മൂവാറ്റുപുഴയും കോതമംഗലവും എല്ലാം ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ മഴയ്ക്ക് അവിടെയും ഒരു താൽക്കാലിക ശമനം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങളായിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇടുക്കിയിലടക്കം ലഭിച്ച ശക്തമായ മഴ, അതിൻ്റെ ഒരു നീരൊഴുക്ക്, അതിൻ്റെ ഒരു മലയോര മേഖലകളിലെല്ലാം ലഭിച്ച മഴയോ അത് പിന്നീട് അത് ഒഴുകിയെത്തുന്നത്, പിന്നീട് അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലേക്കെല്ലാം തന്നെയാണ്. കാരണം അത് ഒഴുകി വരുന്നത് മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് ഈ മഴ പെയ്ത്തെല്ലാം തന്നെ ഒഴുകി വരുന്നത്. അപ്പോൾ ആ ചുറ്റുപാടും പരിസരവും എല്ലാം തന്നെ ഇപ്പോഴും ഈ വെള്ളപ്പാച്ചിലിൻ്റെ എല്ലാം ആ പിടിയിൽ തന്നെയാണ്. മൂവാറ്റുപുഴയാറിനെയും തൊടുപുഴയാറും എല്ലാം ഈ അപകട നിര, ജലവിധാനത്തിന് അപകടനില അതിന് മുകളിൽ എന്ന രീതിയിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മലങ്കര ഡാം ഉൾപ്പെടെയുള്ളവ വെള്ളം ഉയർന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വൃഷ്ടിപ്രദേശങ്ങളിൽ ദുരിതം അപ്പോഴും തുടരുകയാണ്. ഇവിടെ 8 ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുള്ളതിൽ കോതമംഗലത്ത് 2, കുന്നത്തുനാട് 2, മൂവാറ്റുപുഴയിൽ 4 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്ട് 38ഓളം കുടുംബങ്ങളിൽ നിന്നായി 100-ലധികം പേരെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഈ ഭാഗത്താണ്, കിഴക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഭാഗത്താണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളക്കെട്ടിൻ്റെ പിടിയിലായ മൂവാറ്റുപുഴ ടൗൺ പരിസരം പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുന്നു. കാരണം ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങുന്നു എങ്കിൽ കൂടിയും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. അവിടെയും ഇനിയും നിരവധിയായ വീടുകൾ വെള്ളക്കെട്ടിൻ്റെ പിടിയിലായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. അത് മഴ ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ വെള്ളപ്പാച്ചിൽ ആറുകളിലൂടെയുള്ള വെള്ളം വരുന്നത് ഒന്ന് കുറഞ്ഞാൽ മാത്രമേ, ജലവിധാനത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ആശ്വാസകരമായ ഒരു കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതോടൊപ്പം ജില്ലയുടെ ഈ തീരമേഖലകളുണ്ട്, പ്രത്യേകിച്ച് ഈ കണ്ണമാലിയും ചെല്ലാനവും വൈപ്പിൻ പോലുള്ള മേഖലകൾ. അവിടെ ഈ വേലിയേറ്റ സമയത്ത് കടലാക്രമണം രൂക്ഷമായ സാഹചര്യമാണ്. ഇന്നലെ ചെല്ലാനത്തും മന്ത്രി റോജി എം ജോൺ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണകളെല്ലാം തന്നെയും കടലാക്രമണം രൂക്ഷമായ മേഖലകളായിരുന്നു ഈ ടെട്രാപ്പോഡ്, കടൽഭിത്തിയില്ലാത്ത കണ്ണമാലി പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായാൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ജില്ലയുടെ ഒരു ബുദ്ധിമുട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് കിഴക്കൻ മേഖലകളാണ്. തീരമേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് വേലിയേറ്റ സമയത്താണ് കൂടുതലായും അനുഭവിക്കുന്നത്. തീരദേശത്ത് താമസിക്കുന്ന അതോടൊപ്പം തന്നെ റോഡുകൾ, ഇതെല്ലാം തന്നെ വിഷയമാവുന്നുണ്ട്. മറ്റിടങ്ങൾ നഗരത്തിലേക്ക് വരുമ്പോൾ കാര്യമായ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു മഴ, അതായത് തുടർച്ചയായി ഒരു മഴ പെയ്ത നഗരം കേന്ദ്രീകരിച്ചില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ആശ്വാസം എന്നെല്ലാം തന്നെ പറയുന്നത്. മുൻകാലങ്ങളിൽ അതിശക്തമായ മഴ നഗരത്തിൽ ലഭിക്കുകയും തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപീകൃതമാവുകയും ചെയ്യുന്നൊരവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെ വന്നിട്ടില്ല. ഇന്ന് വിദ്യാലയങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അവധി നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടും മുന്നറിയിപ്പും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഇതാണ് ജില്ലയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ പത്തനംതിട്ടയും കോട്ടയം എറണാകുളത്തും ഒക്കെ തന്നെ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ
വളരെ ആശ്വാസകരമായ കാര്യമാണ്. വളരെ ശക്തമായ മഴയൊന്നും പെയ്യുന്നില്ല. നമ്മുടെ 3 റിപ്പോർട്ടർമാർ അവിടെ നിൽക്കുമ്പോൾ പോലും മഴയൊന്നും പെയ്യുന്നില്ല. അതൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതേ ആശ്വാസത്തോടു കൂടി അതായിരിക്കും പ്രതീക്ഷ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ഉണ്ട് വിശദാംശങ്ങളുമായി. അവിടെ മഴ എങ്ങനെയാണ്, കൂടിയോ കുറഞ്ഞോ എന്നത് സംബന്ധിച്ചൊക്കെ പ്രിൻസിനോട് തന്നെ ചോദിക്കാം. പ്രിൻസ്, എങ്ങനെയാണ് നമ്മൾ ഈ 3 ജില്ലകൾ വരുമ്പോൾ ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇടുക്കിയിലും അങ്ങനെയാണോ സാഹചര്യം? ആശ്വസിക്കാമോ? തീർച്ചയായും ഇടുക്കിയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസകരമാണ്. അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യം നിലവിലില്ല. ഇടവിട്ട് ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. കഴിഞ്ഞ രാത്രി പോലും വിവിധ വേളകളിൽ അതിശക്തമായ മഴ പെയ്തിട്ടില്ല. ഇടയ്ക്ക് ശക്തമാകുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇടുക്കിയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മഴയ്ക്ക് വലിയ തോതിലുള്ള ഒരു കുറവുണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ആകാശമൊക്കെ മൂടിക്കെട്ടിയൊരു സാഹചര്യമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വീണ്ടും ശക്തമാകുമെന്നൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് മഴ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ നിന്ന്, അതായത് മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ നീരൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഷട്ടറുകളിലെ ഉയർത്തിയതിന്റെ തോത് കുറച്ച് വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ ഇരട്ടയാറും ഈ കല്ലാർകുട്ടി, മലങ്കര, പാമ്പ്ള അണക്കെട്ടുകൾ കൂടാതെ ഇരട്ടയാറും റെഡ് അലേർട്ട് നിലയിലാണ്. എന്നാൽ ഈ നീരൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ അണക്കെട്ട് ഉടൻ തന്നെ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, ആനയിറങ്കൽ, മാട്ടുപ്പെട്ട് തുടങ്ങിയ അണക്കെട്ടുകളിലൊക്കെയും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഈ അണക്കെട്ടുകൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്തെങ്കിൽ മാത്രമേ മറ്റു ചെറുകിട അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ. പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനമായ ഒരു സാഹചര്യമില്ല. ഇടുക്കിയിൽ നിലവിൽ 2345.29 അടിയാണ് നിലവിലെ ജലനിരപ്പ്. അതായത് ആകെ സംഭരണ ശേഷിയുടെ 42% മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിൽ വെള്ളമുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിനുള്ളിൽ 6 അടിയോളം വെള്ളം ഇടുക്കിയിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇടുക്കിയിൽ ഇപ്പോഴും വെള്ളം കുറവാണ്. ശക്തമായ നീരൊഴുക്കൊക്കെ ഈ അണക്കെട്ടിലേക്ക് ഉണ്ടെങ്കിലും പെരിയാറിലെ വൃക്ഷപ്രദേശങ്ങളിലും പെരിയാർ തടാക തീരത്തും ഒക്കെ വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടെങ്കിൽ പോലും, മഴയൊക്കെ ലഭിച്ചെങ്കിൽ പോലും ഇപ്പോഴും ഇടുക്കിയിലെ അണക്കെട്ടിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 6 അടിയോളം മാത്രമാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇപ്പോഴും വെള്ളം അണക്കെട്ടിൽ കുറവാണ്. എന്തായാലും ജില്ലയിലെ സ്ഥിതി ഇപ്പോൾ നിലവിൽ തൃപ്തികരമാണ്. വലിയ ശക്തമായ ഒരു മഴ ലഭിക്കുന്നില്ല. ജില്ലയിൽ നിലവിൽ 19 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തൊടുപുഴയിൽ 6ഉം പീരുമേടിൽ 7ഉം ഇടുക്കിയിൽ 5ഉം ഉടുമ്പൻചോലയിൽ 1 ക്യാമ്പുകൾ ഇപ്പോൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസകരമാണ്. അങ്ങനെ ഒരു ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും നിലവിലുണ്ടാകുന്നില്ല. അപ്പോൾ ഇടുക്കിയിലും അത് തന്നെയാണ് സാഹചര്യം. അങ്ങനെ നമ്മൾ പത്തനംതിട്ടയും കോട്ടയവും കൊച്ചിയും ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വരുമ്പോഴേക്കും മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതൊരു ആശ്വാസകരമായ കാര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്ന് നമ്മൾ 3 ദിവസം മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിലേക്ക് എത്തുന്നു. ചിലയിടത്ത് വെള്ളക്കെട്ടുകളുണ്ട്, സ്വാഭാവികമാണ്. അത് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ന്യൂസ് ഈ മോർണിംഗ് അച്ചയൻസ് ഗോൾഡ് പ്രസന്റ് ന്യൂസ് ഈ മോർണിംഗിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഇടവേളയ്ക്ക് മുമ്പ് നോക്കിയ 4 ജില്ലകളിലും മഴ പെയ്യുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. മലബാർ റീജിയനിലേക്ക് പോകുമ്പോൾ കോഴിക്കോടേക്ക് നമ്മൾ ആദ്യം പോകുന്നത് MS അനീഷ് കുമാറുണ്ട് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകാനായി. അനീഷ്, അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ ഒരു 4 ജില്ലകൾ നോക്കിയിരുന്നു. അവിടെ വലിയ മഴയൊന്നും ഇല്ല. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും. കോഴിക്കോട് എങ്ങനെയാണ് സാഹചര്യം? വെള്ളക്കെട്ടുകൾ അവിടെ രൂക്ഷമാവുന്നുണ്ടോ? നിലവിലവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? സ്ഥിതിഗതികൾ എങ്ങനെയാണ്? മഴ പെയ്യുന്നുണ്ടോ നിലവിൽ? വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും സാഹചര്യം? ഹരി, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൂര്യൻ ഉള്ള ഒരു പ്രഭാതം ഈ കോഴിക്കോട്ടുകാർ കാണുന്നുണ്ട്. രാവിലെ മുതൽ മഴ കാര്യമായി പെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴും പ്രശ്നം ഈ വെള്ളക്കെട്ട് തന്നെയാണ്. ചേട്ടാ, എവിടെ വീട്? ഇവിടെ ഞങ്ങൾ വയലിലേക്കാണ്. വയൽ പക്ഷെ വലിയ വെള്ളമാണെന്ന് തോന്നുന്നല്ലേ? വയലിൽ വെള്ളം. ഇവിടുന്ന് ഇപ്പൊ വീടിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഒരു അരക്കുമേലെ വെള്ളമുണ്ട്. അരക്കുമേല പക്ഷേ ഇത് ഞങ്ങൾ വീടൊന്ന് പോയി നോക്കാനാ. എന്തായാലും ക്ലീൻ ചെയ്യാൻ വെള്ളം ഇറങ്ങിയിട്ടില്ല. തീർക്കും
എന്താണ് അല്ലെ ഇങ്ങനെ നോക്കുക. ഞങ്ങളിത് ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ ഈ ഒപ്പുശേഖരണവും ഇതിന്റെ മുന്നേ MP-ക്ക് ഇവർക്കൊക്കെ കൊടുത്തതാണ്. പക്ഷെ ഇതിനെ പറ്റിയിട്ട് ഈ ബണ്ട് കെട്ടുക എന്നല്ലാണ് ഇതിന്റെ ശാശ്വത പരിഹാരം. അപ്പം കക്കോടിക്കൊക്കെ വെള്ളം കയറാത്ത കണ്ടില്ല, അതിന്റെ ബണ്ടിന്റെ ഒരു ഭാഗമായിട്ട്. അത് ചെറിയ മഴ പെയ്താലും അല്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ ബണ്ട് ഉരുൾപൊട്ടൽ എല്ലാം കൂടെ വരുമ്പോ വയലിന് റോഡിന് റെഡി ആയിട്ടാണ് ഇങ്ങനെ വെള്ളം നിൽക്കല്. ഒരു ഏകദേശം നിന്ന് പോകും. ഇതിപ്പോ വെള്ളം ഒയ്യുന്നില്ല, എന്തുകൊണ്ടാണ് അറിയില്ല. ഇപ്പൊ കുറയുന്നുമില്ലല്ലേ? ഇല്ല, ഒരേ ലെവലിലേക്ക് ഇന്നലെ വന്നമാരിൽ ഞങ്ങളൊന്ന് വീടുകളൊന്ന് പോയി എത്തുമെന്ന് അറിയില്ല. അടമരം ഒന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഇന്നലെ രാത്രി എവിടെ താമസിച്ചപ്പോ? ഞങ്ങളവിടെ വീട്ടില് ബന്ധു വീട്ടിലാണ് പോയത്. ഇന്നലത്തെ അതേ ലെവലാണ് ഇപ്പോഴും ഈ ജംഗ്ഷനിൽ പോലും അതേപോലെ നിൽക്കുക. അതേമാതിരി ഇങ്ങനെ നിൽക്കും. ഒരു ഇഞ്ച് കുറഞ്ഞിട്ടുള്ളൂ, ഒരു 2 ഇഞ്ച് മാക്സിമം. അപ്പം വീട്ടില് ഒരുപാട് താഴാൻ സാധ്യതയില്ല. വീട്ടില് താന്നിട്ടുണ്ടാവില്ല. ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടം വരെ ബൈക്ക് ഒന്ന് പോയി നോക്കാന്നുള്ളൂ. എവിടെ വെള്ളത്തിൽ കിടക്കുമ്പോ ഒരു സമാധാനം ഇല്ല. അതാണ്. എന്താ നന്നായി കയറിയായിരുന്നോ നിങ്ങൾ പോരുമ്പോ? ഇല്ല, ഞങ്ങൾ പോരുമ്പോ എനിക്കിങ്ങനെ മടമ്പലുണ്ട്. ഇനിയിപ്പം വീടിന്റെ നോക്കട്ടെ, പുതിയ വീട് എടുത്തതാണ്. ഇപ്പൊ അങ്ങനെ വെള്ളം നിൽക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി എന്നല്ല, ഒരു സമാധാനം കേട്ട് പോയി നോക്കുന്നുള്ളൂ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടായിരുന്നോ പോകുന്നത് അതോ? കുറെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ, അലമാരി നമുക്ക് പൊന്തൂലല്ലോ. അപ്പൊ അതൊക്കെ താഴെ തന്നെയാണ് വെച്ച് പോയത്. കട്ടിലൊക്കെ ബാക്കി നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റുന്ന സാധനം മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ബാക്കിയൊക്കെ സ്ഥിതി പോയി നോക്കട്ടെ. ഒരു സമാധാനം ഇല്ലായിരിക്കും. വേറെ ഇല്ല, അതുകൊണ്ട് മോനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതാ. അപ്പൊ എന്താന്ന് പോയി നോക്കിയിട്ട് വേഗം വരാന്ന് പറഞ്ഞു പോകുന്നതാ. ഇതാണ് ആളുകൾ ഈ മറ്റ് ക്യാമ്പുകളിലോ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ കഴിയുമ്പോഴും മനസ്സിലൊരു ആദിയാണ്. കാരണം വീട് ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച. ഇവരിപ്പോൾ പോകുന്നു തന്നെ നമ്മൾ കണ്ണാടിക്കൽ ജംഗ്ഷനാണ്. അവിടുന്ന് മറ്റേ ശിരൂരിൽ അപകടത്തിൽ മരിച്ച അർജുന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ വഴി കുറച്ച് ദൂരം പിന്നിടുമ്പോൾ ഒരു വയൽ ഉള്ള പ്രദേശമുണ്ട്. ആ വയലുള്ള പ്രദേശമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുങ്ങി കിടക്കുകയാണ്. അവിടെ നമുക്ക് ഇവിടുന്ന് സാധാരണഗതിയിൽ എത്തിപ്പെടാൻ പോലും കഴിയില്ല. ഇപ്പോൾ ഇവർ മുന്നോട്ട് പോകുന്നെങ്കിലും ഇവർക്ക് ആ വഴിയിൽ ഏതാണ്ട് പകുതി ദൂരം കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത തരത്തിൽ വെള്ളം നിറഞ്ഞെടുക്കുന്ന ഇടമാണ്. എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവരെ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി രക്ഷാപ്രവർത്തകർ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ വന്ന് അവരെ പൂർണ്ണമായും അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. ഈ വഴി മുതൽ അങ്ങോട്ട് ഒറ്റ വീടുകളിലും ആളില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അവർക്ക് ഏറ്റവും ആശങ്ക നൽകുന്നത് ഈ ജലത്തിന്റെ ഒരു നിര അത് താഴുന്നില്ല, ജലനിരപ്പ് താഴുന്നില്ല എന്നതാണ്. കാരണം ഇന്നലെയും ഈ ഭാഗങ്ങളിൽ ഇതേ തരത്തിലുള്ള വെള്ളമാണ്. ഇത് കണ്ണാടിക്കൽ ജംഗ്ഷനാണ്, ഏതാണ്ട് താരതമ്യേന ഉയർന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആ വെള്ളത്തിന്റെ ഒരു നില താഴുന്നില്ല. മറുവശത്ത് ആ വയലുകൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ നിലകൊള്ളുന്ന ആ ഇടത്തെ അതേ ജലനിരപ്പാണ് ഇപ്പോൾ ഇവിടെയും ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ആശങ്ക നൽകുന്നത്. സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഈ ചെറുതായി വെള്ളപ്പൊക്കം വരുമ്പോൾ അല്ലെങ്കിൽ കനത്ത മഴ പെയ്യുമ്പോഴൊക്കെ ഈ വെള്ളം വന്നാലും അത് അധികം നേരം കഴിയാതെ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത്തവണ ജലനിരപ്പിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നതാണ്. ഇതിനു മുമ്പ് ഒരുപക്ഷെ 2018 ഈ സമാനമായ അവസ്ഥയിൽ കാര്യങ്ങൾ പോയത്. ഇത്ര അധികം സമയം ഇവിടെ വെള്ളം കെട്ടിനിന്ന ഒരു സമയവും 2019 സമയത്താണ്. അന്ന് ഈ മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. വെള്ളം താഴുന്നില്ല അങ്ങോട്ടല്ലേ? താഴ്ന്നില്ല, കുറേശ്ശെ താഴ്ന്നുള്ളൂ. സാവധാനമാണ് താഴുന്നത്. സാധാരണ താഴ്ന്നത്. ഇന്നലെ ഫുള്ള് ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു റോട്ടുമേല്. 2018 തോന്നുന്നു ഇതിനു മുമ്പ് ഇതുപോലെ കെട്ടി നിന്നു അല്ലെ? അല്ലെങ്കിൽ പെട്ടെന്ന് വരിക? 2018 ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടായിരുന്നു റോട്ടുമേലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര പേരില്ല. ഇനി മഴ ചെയ്താൽ കൂടുതൽ രസം കൂടെ കയറും. ഇവിടെ വീട് ഇവിടെ ചേട്ടന്? ഇവിടെ നേതാജിരുന്നു. അവിടെ വെള്ളമില്ല, കുറവാ. ഇപ്പൊ കാണാൻ വന്നായിരിക്കില്ല. ചേട്ടാ എവിടെ വീട്? ഇവിടെ കടവ്. അവിടെ വെള്ളമുണ്ടോ? അവിടെ വെള്ളം കുറവാണ്. ഈ ഭാഗത്ത് വെള്ളം കൂടുതലുള്ളത്. ഇറങ്ങുന്നില്ല അല്ലേ? ഇറങ്ങുന്നില്ല 2 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങും. ഇങ്ങനെയാണ് രാവിലെ. ആളുകളൊക്കെ മാറി തോന്നുന്നല്ലേ? അതെ അതെ. ഇതാണ് ആളുകൾ നിൽക്കുകയാണ്. അതായത് ഈ കണ്ണാടിക്കൽ ജംഗ്ഷന്റെ ഒരു വശത്ത് വെള്ളമാണ്, അതിന്റെ മറുവശത്തും നമുക്ക് കാണാം, റോഡ് കാണാം, അതിന്റെ മറുവശത്തും വെള്ളമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ കണ്ണാടിച്ചാൽ പാറപ്പടി റോഡാണ് നമ്മൾ കണ്ടത്. അതിന്റെ മറുവശത്തേക്കും വെള്ളമാണ്. ആ വഴിയും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ജില്ലയിൽ 30-ലധികം ക്യാമ്പുകളാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 1000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെ ചേട്ടാ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെ. വെള്ളമാണ്. വെള്ളമാണ്. ഇപ്പോഴാണ് നിങ്ങൾ ക്യാമ്പിലാണോ അതോ? അല്ല, വീട്ടില് അങ്ങനെ വഴിയിൽ മാത്രമേ ഉള്ളൂ. വഴിയിൽ മാത്രമേ വെള്ളമുള്ളൂ. നിങ്ങളുടെ വഴിയിൽ കയറിയിട്ടുണ്ട്. ആ, അതാ കുറച്ചാണ് പോയത്.
പക്ഷെ മറ്റേ അങ്ങോട്ടുള്ള വയലിന്റെ അടുത്തൊക്കെ ഉള്ള ആളുകൾക്ക് മാറി. എല്ലാവരും പോയി. 2 ദിവസം മുന്നേ പോയിരിക്കുന്നത്. വീടിട്ടിച്ച് പോകാൻ പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ചെറിയൊരു വീട് തടമ്പട്ടയുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം കയറി. അത് തടമ്പട്ട മാർക്കറ്റിന്റെ ഇതിൽ വന്ന അങ്ങനെയൊക്കെയാണ്. ജോലിക്ക് പോക്കൊന്നും എന്തായാലും നടക്കില്ലായിരിക്കും. ഒന്നും നടക്കില്ല. വീട് നമ്മൾ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. വീട് ഇട്ട് പോയാൽ വീടിനകത്ത് ആരും കയറും രാത്രി. അതിന് മുതലെടുക്കുന്ന ടീം ഉണ്ടാവില്ലോ. അപ്പൊ അതിനോട് വീടൊന്നും ഇട്ടിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് പ്രദേശത്താണെങ്കിലും നിൽക്കും. വീട്ടിലേക്കാണ് നമ്മുടെ കണ്ണുകൾ, വീട്ടിലേക്ക് നമ്മളെ കണ്ണുകള്. അപ്പൊ പിന്നെ പല ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക. നമ്മള് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സഹായിക്കുക. ചിലവര് പോകാൻ പറ്റാത്തവരുണ്ട്, ഓരോ സഹായിച്ചു കൊടുക്കുക. അങ്ങനെ പല സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മളോട് നിൽക്കുന്നത് നമ്മളെല്ലാവരും നിൽക്കുന്നതിന് ഉദ്ദേശം അത് തന്നെയാണ്. രാത്രി എവിടെ ആയിരുന്നില്ല? അപ്പൊ വീട്ടിൽ പോയി കിടന്നു? വീട്ടിൽ കിടക്കാൻ പറ്റൂല. വേറെ എവിടെയാണെങ്കിലൊക്കെ കിടക്കും. ക്ലബിൽ പാർട്ടി ഓഫീസിലായിട്ടും കിടക്കും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ക്യാമ്പിലേക്ക് പോയില്ല? ക്യാമ്പിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇവിടൊക്കെ തന്നെ വീടിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അത്രേ ഉള്ളൂ. വീട്ടിലേക്ക് നമ്മൾ വീട് വിട്ടിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ വീട്ടിൽ പല സാധനങ്ങൾ വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ ഉറക്കം കിട്ടൂല. അപ്പൊ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. ഈ 2018 ഏതാണ്ട് ഇതുപോലൊക്കെ ഇത്ര അന്ന് ഇതിലധികം ഉണ്ടായിരുന്നു. പക്ഷെ ഏതാണ്ട് അതിന്റെ താഴെ വന്ന ഒരു പ്രളയം ഇപ്പൊ ഇതാണ്. അതാണ് ഇതിപ്പോ 24 മണിക്കൂർ നിൽക്കാണ്ട് പെയ്യാണല്ലോ മഴ. അതാണ് ഇപ്പൊ ഇങ്ങനെ വരാൻ കാരണം. അല്ലെങ്കിൽ വരില്ല. 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് പെയ്തില്ല മഴ. അതാണ് വരാൻ കാരണം. അല്ലെങ്കിൽ വരില്ല. പുറത്ത് വന്ന ഒരു ചായ കൂടി കിട്ടാനുള്ള വഴിയില്ല. അവിടെ കണ്ണാടിക്കൽ ഏരിയയിൽ ഒരു വീടില്ലല്ലോ, ഹോട്ടലൊന്നും ഇല്ലല്ലോ. വീട്ടിലുണ്ടാക്കാനും പറ്റില്ല, ഇല്ല. പുറത്തുനിന്ന് കഴിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം വേറെയുണ്ട്. ഹരിതാണ് ഈ വീട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും അവർ ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ മാറുമ്പോഴും മനസ്സ് മൊത്തം വീട്ടിലാണ്. കാരണം വീട്ടു സാമഗ്രികളൊന്നും കൃത്യമായി എടുത്തു മാറ്റി വെക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വിലയേറിയ സാമഗ്രികളൊക്കെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ആ ഒരു മനസ്സ് എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. വെള്ളത്തിൻ്റെ ഒരു അളവ് ഇപ്പോഴും കുറയുന്നില്ല എന്നതാണ് ആശങ്ക നൽകുന്നത്. കാരണം കക്കയം അണക്കെട്ട് കഴിഞ്ഞ ദിവസം തുറന്നു വിട്ടിരുന്നു. ഇതേ തുടർന്ന് കുറ്റ്യാടിപ്പുഴയിലൂടെ വലിയ വെള്ളത്തിൻ്റെ ഒരു പാച്ചിലുണ്ടായി. ആ വെള്ളത്തിൻ്റെ പാച്ചിൽ പൂനൂർ പുഴയിലും മറ്റ് ഒക്കെ എത്തി ഈ ചെറുകൈവഴികളിലൂടെയൊക്കെയാണ് ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അണക്കെട്ട് തുറന്നിരിക്കുന്ന സമയത്തോളം ഈ താഴ്ന്ന പ്രദേശങ്ങളിങ്ങനെ വെള്ളത്തിനടിയിൽ തന്നെയാവും. മഴയ്ക്ക് ശമനമുണ്ട്. അതായത് ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രി മുതൽ കാര്യമായി മഴ പെയ്തിട്ടില്ല. വീടെവിടെ? അവിടെ വെള്ളമാണോ? നിങ്ങൾ മാറ്റിയായിരുന്നോ അതോ? ഞങ്ങൾ മാറ്റാൻ വേണ്ടി പോവുക. അല്ല, വീടിന്നും മാറിയില്ലേ? വീട്ടിൽ മാറിയതാണ്. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുക. വെള്ളം ഇറങ്ങിയോ? അറിയില്ല, നോക്കാൻ പോവുക. ഇന്നലെ എവിടെ ആയിരുന്നപ്പോ? ക്യാമ്പിൽ പോയോ? അല്ല, ബ്രദറിന്റെ വീട്ടില്. ബ്രദറിന്റെ വീട്ടിൽ പോയി. എന്നാലും മനസ്സിലാദ്യമായിരിക്കുമല്ലേ വീട്ടിലെന്താ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. അതാണ് അവർ ഒരു തോർച്ച കണ്ടപ്പോൾ അല്ലെങ്കിൽ മഴ ഇച്ചിരി മാറി നിന്നപ്പോൾ വെയിലിത്തിരി വന്നപ്പോൾ വീടുകളിലേക്ക് പോയി കാര്യങ്ങൾ നോക്കാൻ പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഈ മേഖലയിലെ നിരവധി വീടുകളാണ് ഇങ്ങനെ വെള്ളത്തിനടിയിൽ കഴിയുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഇപ്പോഴും കുറയുന്നില്ല. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. പക്ഷേ ഇപ്പോൾ രാവിലെ വീണ്ടും ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു. മഴ ചെറുതായി ചാറാൻ തുടങ്ങിയിരിക്കുന്നു. ആശങ്ക ആളുകളുടെ മനസ്സിൽ വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഹരി, ശരി. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു സൂര്യൻ വന്നിട്ടുണ്ട് എന്നാണ് അനീഷ് ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ ഉപയോഗിച്ചിരുന്ന വാചകം. അങ്ങനെ നമ്മൾ ഇതുവരെ നോക്കിയ ജില്ലകളിലൊക്കെ തന്നെ മഴ പെയ്യുന്നൊരു സാഹചര്യം നിലവിലില്ല. അങ്ങനെ ഇന്നലെ ഒരു അർദ്ധരാത്രി മുതൽ അങ്ങനെ ഒരു മഴ ശമനം ഉണ്ടാകുന്നൊരു സാഹചര്യം ആണ് ഉള്ളത്. നമുക്കൊന്ന് മലപ്പുറത്തേക്ക് പോവാം. മലപ്പുറത്ത് നിന്ന് ജിഷാദ് ചേരുന്നുണ്ട്. ജിഷാദ് വളാഞ്ചേരി. ജിഷാദ്, നമ്മൾ കേരളം ഒട്ടാകെ ഇപ്പോൾ കോട്ടയത്ത് നോക്കി, കോഴിക്കോടൊക്കെ നോക്കിയപ്പോൾ പോലും അങ്ങനൊരു സാഹചര്യം ഇല്ല. മഴ നിലവിലില്ല. അവിടെ എങ്ങനെയാണ്? മലപ്പുറത്ത് സാഹചര്യം എങ്ങനെയാണ്? മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ അതോ ആശ്വാസകരമാണോ? ഹരി, മഴ വിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴ അല്പസമയം മുമ്പ് അതായത് വിട്ടുന്നെങ്കിലും മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 441 പേരാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിന്റെ സാധ്യത വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെങ്കിലും പ്രദേശത്ത് മണ്ണിടിയുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപകട സാധ്യത നിലനിൽക്കുന്ന മേഖലയിലെ 100-ലധികം ആളുകളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇവരെയെല്ലാം മലപ്പുറം പാണക്കാട് സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. പ്രദേശം കേന്ദ്രീകരിച്ച് അശാസ്ത്രീയമായ മണ്ണെടുപ്പും പാറപ്പൊട്ടിക്കലുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭയും ജിയോളജി വകുപ്പും നൽകിയ
കാലാവധി കഴിഞ്ഞിട്ടും ഈ പ്രവർത്തനം തുടർന്നതായിട്ടും അതായത് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാത ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മലയോര മേഖലയിലെല്ലാം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ വേങ്ങരയിലെ നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിലെ റോഡിലെ മണ്ണ് നീക്കുന്നത് പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഇവിടെ വീണ്ടും മണ്ണൊലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിലുള്ള വാഹനങ്ങൾ അതായത് പൂർണ്ണമായും നിർത്തിവെച്ച ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. പ്രകൃതിക്ഷോഭ സാധ്യത ഉള്ളതിനാൽ ഈ മേഖലയിൽ സർക്കാർ അടിയന്തര ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ വീണ്ടും ഒരു കനക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് ജില്ല. ഹരി, ശരി. മലപ്പുറത്തെ വിശദാംശങ്ങളാണ് ജിഷാദ് നൽകിയത്. എന്തായാലും മലപ്പുറത്തെ നിലവിലത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും വയനാട് എങ്ങനെയാവും? ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ജയരാജ്, വയനാട് സാഹചര്യം എങ്ങനെയാണ്? ഹരി, വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി തുടർന്ന മഴയുടെ കാഠിന്യത്തിന് കുറവുണ്ടായതിനെ തുടർന്ന് ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കാലാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജില്ലയിലാകെ 12-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം പൂട്ടിയിട്ടുണ്ട് എന്നൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നിലവിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമാണ് ഇപ്പോൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. വൈത്തിരി അതുപോലെ തന്നെ മാനന്തവാടി താലൂക്കുകളിൽ 6 വീതം ദുരിതാശ്വാസ ക്യാമ്പുകളും ബത്തേരി താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ക്യാമ്പുകളിലായി ആകെ 174 കുടുംബങ്ങളിലെ 584 ആളുകൾ മാത്രമാണ് ഇപ്പോൾ കഴിയുന്നത്. ഏതാണ്ട് ഒരു 1700ഓളം ആളുകളായിരുന്നു ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിഞ്ഞത്. എന്തായാലും മഴ കുറഞ്ഞതിനെ തുടർന്ന് തന്നെ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മടങ്ങുന്നുണ്ടെങ്കിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കും. എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ മേപ്പാടി, അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11, 12 വാർഡുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ പരിഗണിച്ച് വിദ്യാർത്ഥികൾ സുരക്ഷിതരായി വിദ്യാലയങ്ങളിലും തിരികെ വീടുകളിലും എത്തുന്നത് രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കനത്ത മഴ തുടർന്നാൽ ഒറ്റപ്പെടാൻ സാധ്യതയുള്ള മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിലെ താമസക്കാർക്ക് പ്രത്യേക കരുതൽ നടപടികൾ സ്വീകരിക്കാനും ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെ ചില വാർഡുകളിലെ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ളവ എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുമെന്നാണ് അധികൃതർ നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുരന്ത സാധ്യത നിലനിർത്തി പ്രദേശത്ത് അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ റവന്യൂ അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം കൽപ്പറ്റ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമായും പറഞ്ഞത് ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് നിലവിൽ സുരക്ഷിത പരിധിക്കുള്ളിലാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. എങ്കിലും ഡാം സുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് മേപ്പാടിക്ക് സമീപമുള്ള കള്ളാടിയിലെ വയനാട് ടണൽ റോഡ് നിർമ്മാണ സൈറ്റിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പോലീസും അതുപോലെ തന്നെ റവന്യൂ, ഫയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മലയോര ഗ്രാമങ്ങളിലെ മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രാ വിലക്കും നിലവിൽ തുടരുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥ പൂർണ്ണമായി അനുകൂലമാകുന്നതുവരെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ മലയോര യാത്രകൾ നടത്താവൂവെന്നും ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും വയനാട് ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ശരി, വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അവിടെയും ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെ നമ്മൾ ഓരോ ജില്ലകൾ നോക്കുമ്പോൾ പോലും ആശ്വാസകരമായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസം ഉണ്ടായിരുന്ന ശക്തമായ മഴ നിലവിൽ മാറി നിൽക്കുകയാണ് എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ എടുത്തു നോക്കുമ്പോൾ എന്താണ് മറ്റുള്ള ജില്ലകളിലേക്ക്, അതായത് ഇന്ന് പലയിടത്തും ഓറഞ്ച് അലേർട്ട് ഉണ്ട്, മഴ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കണ്ണൂരിലേക്ക് പോകുന്നു. കണ്ണൂരിൽ സുമേഷ് മൊറാഴ ചേരുന്നുണ്ട്. സുമേഷ്, നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കണ്ണൂരും സമാനമായ സാഹചര്യമാണ്. മഴ മാറി നിൽക്കുകയാണെന്നാണ് രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാകുന്നത്. അതിരാവിലെ അത് തന്നെയാണോ നിലവിലും തുടരുന്നത്? ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പോഴും അവിടെ കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്?
തീർച്ചയായും ഹരി, കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്ന് വേണം പറയാൻ. തീവ്രമല്ലെങ്കിലും ഇടവിട്ടുള്ള മഴ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ ഈ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. 456 പേരാണ് ജില്ലയിലെ 6 ക്യാമ്പുകളിലായി ഇപ്പോൾ തുടരുന്നത്. ഈ കഴിഞ്ഞ ദിവസം പുഴയിൽ കാണാതായിട്ടുള്ള 2 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടുള്ള ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യാങ്കോട് പുഴയിൽ കാണാതായിട്ടുള്ള തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷ്, കാഞ്ഞിരപ്പുഴയിൽ കാണാതായ VP ഹനീഫ എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നും തുടരുന്നത്. ഈ ഹനീഫയെ തിരയാനായി വനയാട് കൽപ്പറ്റയിൽ നിന്നുള്ള 12 പേരടങ്ങിയ തുർക്കി ജീവൻ രക്ഷാ സമിതിയിലെ നീന്തൽ വിദഗ്ധ സംഘം എത്തിയാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടിട്ടുള്ള ഈ തൊണ്ടയിൽ പാലത്തിനടുത്ത് മുതൽ ഈ 500 മീറ്ററോളം തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാലും ഈ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മീൻതുള്ളിയിൽ രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഈ അഗ്നിശമന സേന, അതുപോലെ തന്നെ പോലീസ് എന്നിവയ്ക്ക് പുറമെ വിവിധ റാഫ്റ്റിംഗ് അസോസിയേഷൻ അംഗങ്ങളും ചേർന്നാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഏതായാലും 2 പേരെയും ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും ഏതായാലും തുടരും. നിലവിൽ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 3 താലൂക്കുകളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നും ഈ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മഴയ്ക്ക് അല്പ ശമനമുണ്ടെങ്കിലും ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പറയാൻ. ഹരി, ശരി. അപ്പോൾ കണ്ണൂരിൽ സാഹചര്യമാണ് സുമേഷ് പറഞ്ഞത്. ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ശക്തമായ മഴ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. നമ്മൾ പാലക്കാടും കൂടെ പോകുന്നു. അവിടെ പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, പാലക്കാട് നിലവിലത്തെ സാഹചര്യം, പ്രത്യേകിച്ച് മഴ ഇന്ന് അവിടെ അവധിയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ ഇടവിട്ടാണോ പെയ്യുന്നത്, അതോ അതിശക്തമായ മഴ തുടരുന്നുണ്ടോ പാലക്കാട്? ഹരി, പാലക്കാട് നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് ഒരു കുറവുണ്ട്. ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. അതുമാത്രമല്ല, മലയോര മേഖലകൾ ചെറിയ തോതിൽ മഴയുണ്ട്. കാഞ്ഞിരപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കൂടിയതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഇതിനു മുമ്പ് 2 സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് ഇന്നലെ അത് 10 സെന്റിമീറ്ററായി ഉയർത്തി ജലം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗലം ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വിനോദസഞ്ചാര മേഖലകൾ പൊതുവെ അടഞ്ഞു കിടക്കുകയാണ്. നെല്ലിയാമ്പതി, അതുപോലെ തന്നെ മലമ്പുഴയുടെ വൃഷ്ടിപ്രദേശമായ കവ, തെക്കേ മലമ്പുഴ എന്നിവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ 31 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായിട്ടുമാണ് തകർന്നിട്ടുള്ളത്. പൊതുവെ പാലക്കാട് ജില്ലയിൽ ഇന്ന് മഴയ്ക്കൊരു ശമനമുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഹരി, ശരി. അതാണ് പാലക്കാട് സാഹചര്യം. ഇന്നലെ അർദ്ധരാത്രി മുതൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യം, തെളിഞ്ഞ കാലാവസ്ഥ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. പാലക്കാടിൻ്റെ വിവരങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പല ജില്ലകളും കവർ ചെയ്തു. എല്ലായിടത്തു നിന്നും ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത്. കാരണം നിലവിൽ മഴ പെയ്യുന്നില്ല, പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും രാവിലെ മുതൽ അങ്ങനെ ശക്തമായ മഴ പെയ്യുകയോ ഒന്നുമില്ല. കണ്ണൂരിലാണ് ഇടവിട്ടുള്ള മഴയുടെ സാന്നിധ്യം ഉള്ളത്. ബാക്കി ജില്ലകളിലൊക്കെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു വളരെ ആശ്വാസകരമായ ഒരു പല റിപ്പോർട്ടുകളാണ് നമുക്ക് പല ജില്ലകളിലായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വിവിധ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. മാത്യു കുഴൽനാടൻ MLAയും നഗരസഭാ ചെയർപേഴ്സൺ ജോസ് മേരി ആന്റോണിക്കും ഒപ്പമെത്തിയാണ് സന്ദർശനം നടത്തിയത്. മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയിൽ പൊതുവെ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മൂവാറ്റുപുഴ കോതമംഗലം ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ തന്നെ മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ. വീടുകളിൽ വെള്ളം കയറുകയും അധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വന്നത്.
ഇവിടെ മുനിസിപ്പാലിറ്റി ബഹുമാനപ്പെട്ട MLAയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ വന്ന് കാണുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ സർക്കാരും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടുവാനായിട്ടും പ്രതിരോധിക്കാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും, അതുപോലെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെയായി ചേർന്നുകൊണ്ട് എടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്ററായി ഉയർത്തി. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡാമിന്റെ പരമാവധി സംഭരണശേഷി 97.5 മീറ്ററാണ്. നിലവിലെ ജലനിരപ്പ് 96.07 മീറ്ററുമാണ്. മഴ ഇനിയും ശക്തമായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അണക്കെട്ടിന് സമീപത്തുള്ളവരും പുഴയുടെ ഇരുകരകളിലെ താമസക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിപ്പ് നൽകി. പുഴയിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴുക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും കർശനമായി ഒഴിവാക്കണം. മുക്കം ആറ്റുപുറം ഉന്നതിയിലെ 7ഓളം വീടുകൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണി. ആറ്റുപുറം ഉന്നതിയിൽ താമസിക്കുന്ന സജന ഷമീറിന്റെ മുറ്റവും വഴിയും ചേർന്ന ഭാഗത്താണ് വലിയ വിള്ളൽ ഉണ്ടായി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ പെയ്യുമ്പോഴാണ് മുക്കം നഗരസഭയിലെ ആറ്റുപുറം ഉന്നതിയിലെ 7ഓളം വീടുകൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. ആറ്റുപുറം ഉന്നതിയിൽ താമസിക്കുന്ന സജന ഷമീറിന്റെ മുറ്റവും വഴിയും ചേർന്ന ഭാഗത്താണ് വലിയ വിള്ളൽ വീണത്. പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നതിനാൽ വിള്ളലുള്ള ഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ്. മണ്ണിടിച്ചിലുണ്ടായാൽ സജന ഷമീറിന്റേതും തൊട്ടടുത്തുള്ള 7ഓളം വീടുകളും തകരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരാഴ്ച മുൻപാണ് മുറ്റവും വഴിയും ചേർന്ന ഭാഗത്ത് വിള്ളൽ വീണത്. ഇതോടെ ഭിന്നശേഷിയായ കുട്ടി ഉൾപ്പെടെയുള്ള സജന ഷമീറിന്റെ കുടുംബത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. നടക്കാൻ വയ്യ, ഞങ്ങൾക്ക് വിണ്ട് കയറിയിരിക്കുകയാണ്, അങ്ങോട്ട് തള്ളിയിരിക്കുകയാണ്. പിന്നെ അടുത്ത വീടിന്റെ അടുക്കള ഭാഗം പോവും, അതൊക്കെയാണ് പ്രശ്നം. വിള്ളൽ വന്നതോടെ ശക്തമായ മഴയുള്ള രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരിക്കുകയാണെന്ന് സജന ഷമീറിന്റെ തൊട്ടു താഴെയുള്ള വീട്ടുകാരനായ മുഹമ്മദ് പറയുന്നു. ഈ കാണുന്ന ഇപ്പം എൻ്റെ വീടാണ്. അതിൻ്റെ മുകളത്തെ മതിൽ ഇടിഞ്ഞ് പൈതി വിണ്ട് കിടക്കുകയാണ്. അതൊക്കെ പാടെ 2-3 പേര പോവും. അതേപോലെ മുകളിൽ 4-5 പേര അതുകൊണ്ട് അങ്ങനെ 5-6 പേരകൾ ഭീഷണിയൊക്കെ നിൽക്കുകയാണ്. കോളനിയിലെ മറ്റു വീടുകളുടെ മുറ്റവും വഴിയുമെല്ലാം ഈ മഴക്കാലത്ത് ഇടിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ മണ്ണെടുത്തു മാറ്റി കെട്ടി സംരക്ഷിച്ചു തരണമെന്നാണ് ഉന്നതിയിലുള്ളവരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. കോതമംഗലം പാത്തിപ്പാലം തോട്ടിൽ പതിച്ച് കാർ ഫയർഫോഴ്സ് കണ്ടെത്തി കരക്ക് കയറ്റി. കീരമ്പാറ കള്ളാട് റോഡിൽ പാത്തിപ്പാലം തോട്ടിൽ കഴിഞ്ഞ ദിവസമാണ് കാർ നിയന്ത്രണം വിട്ട് തോട്ടിൽ വീണത്. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് കാർ കരക്ക് കയറ്റിയത്. കുറുപ്പുംപടി സ്വദേശികളായ 4 പേർ വടാട്ടുപാറയിൽ പോയി മടങ്ങി വരുമ്പോഴാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അങ്ങനെ ന്യൂസ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ പ്രധാനമായും ഓരോ ജില്ലകളിലും മഴ റിപ്പോർട്ടുകൾ തേടുകയായിരുന്നു. പക്ഷേ ആശ്വാസകരം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സത്യം പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമുണ്ട്. കാരണം അങ്ങനെ ആയിരുന്നില്ല ഒരു 2-3 ദിവസത്തെ മുന്നത്തെ ഉള്ള സാഹചര്യം. പക്ഷേ നിലവിൽ നോക്കുമ്പോഴേക്കും മഴ മാറി നിൽക്കുകയാണ്. പല ജില്ലകളിലായി അങ്ങനെ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യം. എന്തായാലും ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.